അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുജാഹിദ് മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന നബിദിന റാലികളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിക്കുന്ന വരികളാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടിയാണ്, എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ. ആദ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയാം. ഇങ്ങനെ മറ്റൊരാൾ പറ്റിച്ചു തോന്നണ്ടല്ലോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, നല്ലതാ. യാ വലിയൽ ഹസനാതി, യാ റഫീഅദ് ദറജാതി, അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇടയെ കൂടെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. ഗഫിറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി, നബിയേ എന്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നിങ്ങൾ പുറത്തു തരണം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ് എന്നിങ്ങനെ നബി തങ്ങളെ വിളിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ നബി തങ്ങളോട് പറയാണ്, കഫീറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി, എന്റെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നബിയെ അങ്ങ് പുറത്തു തരണം എന്നാണ് അവിടെ പറയുന്നത്. അല്ല, അങ്ങനെ അങ്ങനെ അവിടെ അർത്ഥമില്ല എന്ന് ആ വരികളെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. മഹാനവർകൾ മൗലിദ് ഉണ്ടാക്കിയപ്പോ ആ വരികളെ കൊണ്ടുവന്ന ആ ഒരു ശൈലിയുണ്ട്. അശ്റഖ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതും നബി തങ്ങളുടെ മദ്ഹ് പറയലും ഒക്കെ കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം ഈ പേജ് അശ്റഖ, നമ്മുടെ ശറഫുലന മൗലിദിലെ അശ്റഖ ബൈത്തിൽ അവസാനത്തെ വരികളാണ്. അതിൽ നോക്കൂ, ലൈസ ആസ്ക മിൻക സ്വലാ ഖത്തു യാ ജദ്ദൽ ഹുസൈനി فعليك الله صلى دائما طول الدهور. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാളും ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സ്വലാത്ത് അങ്ങയുടെ മേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് അതവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനിയുള്ള വരികള് അള്ളാഹുവിനോടുള്ള അഭിസംബോധനയാണ്, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അള്ളാഹുവിനോട് പറയുന്നത്? ഇദ്ദേഹം വിചാരിച്ചത് ഇതും നബി തങ്ങളോടാണ് എന്നാണ്. അല്ല, യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി എന്ന് നബിയെ വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ പേരുകളാണ്. റഫീഉദ് ദറജാത്ത് അള്ളാഹുവിന്റെ നാമമാണ്. വലിയുൽ ഹസനാത്ത് അള്ളാഹുവാണ്. എല്ലാ നന്മകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. എല്ലാ നന്മകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറഞ്ഞു, മാ അസാബക മിൻ ഹസനതിൻ ഫമിനല്ലാഹ്, എന്തൊരു നന്മ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് വന്നു ചേർന്നാലും അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ എല്ലാ നന്മകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇപ്പൊ ഇവിടെ ഒരു നന്മ ചെയ്ത് തീർന്നതാണ്. ഈ നന്മയുടെ ഉടമസ്ഥൻ അള്ളാഹുവെ നീയാണ്. അപ്പൊ എല്ലാ നന്മയുടെയും ഉടമസ്ഥനായ അല്ലാഹ്, യാ റഫീഅദ് ദറജാത്ത്, റഫീഉദ് ദറജാത്തായ അല്ലാഹ്. മിർഖാത്തിലുണ്ട് അള്ളാഹുവിന് റഫീഉദ് ദറജാത്ത് എന്ന പേരുണ്ട്, ദുൽ ഖുവ്വ എന്ന പേരുണ്ട്, അഹ്കമുൽ ഹാക്കിമീൻ എന്ന പേരുണ്ട്. ഇതൊക്കെ മിർഖാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പല പേരുകൾ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു പേരാണ് റഫീഉദ് ദറജാത്ത്. ആ പേര് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ, മൗലവി തെറ്റിദ്ധരിച്ചതുപോലെ എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ല, അള്ളാഹുവിനോടാണ് പറയുന്നത്. എന്ത്? കഫീറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി, എന്റെ ദോഷങ്ങൾ അള്ളാഹുവേ നീ പുറത്തു തരണേ, എന്റെ ദോഷങ്ങൾ അള്ളാഹുവേ നീ വിട്ടു പുറത്ത് മാപ്പ് നൽകണേ. എന്താണ് കുഴപ്പം അള്ളാഹുവിനോട് പറയുന്നതിന്?
അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ യാ വലിയൽ ഹസനാത്തി യാ റഫീഅദ് ദറജാത്തി എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു എന്നിടത്താണ് അദ്ദേഹത്തിന് പിഴച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ല, അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോടാണ് പറയുന്നത്. ഇനിയൊക്കെ അവസാനം വരെ അങ്ങനെ തന്നെ. ചെറിയ ദോഷങ്ങൾ പുറത്തു തരുന്നവൻ അള്ളാഹുവെ നീയാണ്, ഗഫാറായ അള്ളാഹുവെ. വൻ ദോഷങ്ങളും ഗഫാറായ അള്ളാഹുവെ നീ തന്നെയാണ് പുറത്തു തരുന്നവൻ. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വരികളൊക്കെ യാ വലിയൽ ഹസനാത്ത് മുതലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചുകൊണ്ട് പാപമോചനം നടത്തുകയാണ്, തൗബ ചൊല്ലുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിക്കുന്ന വരികൾ ഇവിടെ എന്നല്ല, നിങ്ങൾ പല മൗലിദുകളിലെയും പല സാഹചര്യങ്ങളിലും ഉണ്ട് എന്ന് പലപ്പോഴും പറയുന്നത് പോലെ അല്ല, എവിടെയും ഇല്ല. എല്ലാ സ്ഥലത്തും നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ ശിർക്കിന്റെ പ്രചാരകർ അല്ല. ശിർക്ക് ഉൾക്കൊള്ളുന്ന ഒരു ആശയവും അവർ എഴുതി വെക്കുകയില്ല. കൃത്യമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.